ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നത്തെ ഒരു വ്ളോഗ് മെയിനായിട്ട് നമ്മളെ പുതിയ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, കാര്യങ്ങൾ, രാവിലത്തെ കുറച്ച് തിരക്കുകൾ ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ വീടിൻ്റെ വിശേഷങ്ങളാട്ടോ കാണിക്കുന്നത്. ഇപ്പം വീട് പണി ഏകദേശം തീരാറായി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും മെയിൻ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്താട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഏതൊരാളെയും പോലെ കുറേ വർഷം, ഒരു 4-5 വർഷമായിട്ടുണ്ടാവും ഈ ഒരു വീടിൻ്റെ പണി തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു 5ാം വർഷത്തിലേക്ക് അടുക്കുമ്പം ഈ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഏതൊരാളുടെ ഒരു വലിയ സ്വപ്നമായിരിക്കുമല്ലേ വീട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ വലിയൊരു സ്വപ്നമാണ് കേട്ടോ നമ്മളെ ഒരു കുഞ്ഞു വീട്. അപ്പം അതിൻ്റെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു കുഞ്ഞു സിറ്റ് ഔട്ടാണ്, ഒരുപാട് ഏരിയ ഒന്നും ഇല്ലാത്തൊരു ചെറിയ സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ലിവിങ്ങിൻ്റെ ഏരിയ ആണ് കേട്ടോ. ലിവിങ് സ്പേസും അങ്ങനെ തന്നെ ചെറിയൊരു ലിവിങ്ങിൻ്റെ ഏരിയ ആണ് വരുന്നത്. താഴെ 2 ബെഡ്റൂമായിട്ടോ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചെറിയൊരു ബെഡ്റൂമും ഒന്ന് അത്യാവശ്യം വലിപ്പമുള്ളൊരു മെയിൻ ബെഡ്റൂമും അങ്ങനെ ആട്ടോ കൊടുത്തിട്ടുണ്ടതിന്. അപ്പം ഇത്ര സ്പേസാണ് കേട്ടോ ലിവിങ്ങിൻ്റെ ഏരിയ വരുന്നത്. അപ്പം ഇവിടെ ജനലിൻ്റെ പൊളികളൊക്കെ വെക്കാനുണ്ട്. ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ മാത്രം മരമാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിങ്ങനെ ലേറ്റായിപ്പോയി. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ജനലിൻ്റെ പൊളിയും ഒക്കെ വെച്ചിട്ടുണ്ടായിന്. ഇപ്പം ഇവിടെ ചെറിയൊരു ബെഡ്റൂം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടില്ല. ഇത് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂം അങ്ങനെ കൊടുത്തതാണ്. കോമൺ ബാത്റൂമായിട്ട് അങ്ങനെ എടുക്കുക. അറ്റാച്ച്ഡ് പോലെ തന്നെ തൊട്ടടുത്താണല്ലോ. അപ്പം അങ്ങനെയാണ് കേട്ടോ അവിടെ ബാത്റൂം കൊടുത്തിട്ടുള്ള. പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഏകദേശം 2-3 മാസമായിട്ടാവും ഇത് തുടങ്ങി വെച്ചിട്ടോ. ഇതുവരെ പണിക്കാരിങ്ങനെ ലേറ്റായാലും ഒക്കെ ആയിട്ട് പൂർത്തീകരിക്കാറായിട്ടില്ല. പിന്നെ നേരെ നമ്മൾ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ആദ്യം ഇങ്ങനെ സ്റ്റെയർ കയറി വരുമ്പോൾ ചെറിയൊരു ലാൻഡിങ് ഉണ്ട് ഇവിടെ. അപ്പം ഇവിടെ ഗ്ലാസ്സൊക്കെ ഇട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു സ്റ്റഡി ഏരിയയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാട്ടോ ഈ ഏരിയയിൽ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം പിന്നെ നമ്മൾ തുറന്നിട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. അപ്പം ആ ഡോറങ്ങനെ തുറക്കാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി. അപ്പോൾ ആ സ്റ്റെയറിൻ്റെ മുകളിൽ ഇങ്ങനെ മരം വെക്കാനുണ്ട്. പിന്നെ പടിയിലും മരം വെക്കണം എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലും ബാക്കി എല്ലാ ഭാഗത്തും മാർബിൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പടി മരം ആയതുകൊണ്ട് അവിടെ ആ ഭാഗം മാത്രം അങ്ങനെ ഒഴിച്ചിട്ടതാണ്. പിന്നെ നേരെ ലാൻഡിങ് പോയിട്ടാണ് മുകളിലേക്ക് വരുന്നത്. അവിടെ റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഭാവിയിൽ വേണമെങ്കിൽ എടുക്കാമെന്നുള്ള ഏരിയയിൽ അങ്ങനെ ടെറസിൻ്റെ ഒരു ഏരിയ മാത്രമാണ് കേട്ടോ മുകളിലുള്ള. പിന്നെ ഇവിടെ എന്തെങ്കിലും പർഗോള പോലെ നമ്മളെ ബാത്റൂം ലിവിങ്ങും തമ്മിലൊരു കാണാതെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം വിചാരിക്കുന്നുണ്ട്. പിന്നെ നേരെ വരുന്നത് അവിടെ ഡൈനിങ്ങിൻ്റെ ഏരിയ ആയിട്ട് ഒരു കുഞ്ഞു ഡൈനിങ്ങിൻ്റെ ഏരിയ ആണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെയാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. ഇതിപ്പം കിച്ചണിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡ് കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ളതാണ് കേട്ടോ അവിടെ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടതിന്. ഇനിയിപ്പം നേരെ പോകുന്ന മെയിൻ ബെഡ്റൂമിലേക്കാണ്. അപ്പം ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും കൂടെ അങ്ങനെ കൊടുത്തിട്ടുണ്ടതിന്. അപ്പോൾ ആ ബാത്റൂം ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് നല്ലൊരു മഴക്കാറും മൂടലൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് കിട്ടിയില്ല കേട്ടോ. ബാത്റൂമിൻ്റെ ടൈലും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റിയില്ല. നമ്മൾ വിചാരിച്ച ആ ഒരു ക്ലിയറിൽ കിട്ടിയില്ല ഇനി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ പോകുന്ന ഡൈനിങ്ങിൻ്റെ ഏരിയ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇനി ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ടൈലൊട്ടിക്കാനൊക്കെ ഉണ്ട്, എന്നാലും ഒരു വിധത്തിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ ഇതിൻ്റെ ബോർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ മുകളിൽ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റെയറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ ചെറിയൊരു ഇതേപോലെ അങ്ങനെ കവറൊക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിന്. ഇനിയിപ്പം പൊടിയൊക്കെ ഒന്ന് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ലൈബ് വരക്കൊക്കെ കയറിയപ്പം അതൊക്കെ ഊരി മാറ്റിയിട്ടൊക്കെ ഉണ്ട് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. എന്നാലും ഇതൊരു ഫ്രിഡ്ജിൻ്റെ ഏരിയ കേട്ടോ ഇവിടെ അങ്ങനെ വരുന്നത്. അതുകൊണ്ട് ഓരോന്നും തുറന്ന് കാണിക്കണം വിചാരിച്ചിനി. പിന്നെ ഒക്കെ കവർ ചെയ്തുകൊണ്ട് തുറക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ വാഷിങ് സിങ്ക് ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലായിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഒരു കുഞ്ഞു ടേബിൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫോൾഡിങ് ടേബിൾ പോലെ അങ്ങനെ കൊടുക്കുക, ഒരു കുഞ്ഞു ടേബിൾ പോലെ കിച്ചണിൽ ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ചതിന് ശേഷം ആ ഒരു ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടതിന്.
പിന്നെ ചെറിയൊരു സ്റ്റോർ റൂമും കൂടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ വരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കിച്ചൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീടിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വരുന്ന. ഇനിയും പണികൾ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോസിലൊക്കെ ആയിട്ട് അങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നേരെ രാവിലത്തെ കുറച്ച് തിരക്കുകൾ ഒക്കെയാണ് കേട്ടോ ഇതിൽ പിന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതിന് രാവിലെ അമലൊന്ന് സ്കൂളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പം ഓളെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുടിയൊക്കെ ഓരോരോ മോഡലിലൊക്കെ ആക്കിയിട്ട് എല്ലാ ദിവസവും കെട്ടിയിട്ട് പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമൊക്കെ. അപ്പം ഇന്നിപ്പോൾ നാത്തൂന് ഒരു ലീവുള്ള ദിവസമാണ്. അപ്പം ഓളാണ് കേട്ടോ ഓളെ മുടിയൊക്കെ അങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അമലുവിന് ഇഷ്ടപ്പെട്ട മോഡലോ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ വെച്ചാൽ വലിയൊരു തെളിവുണ്ടാവില്ല കേട്ടോ. മുഖം ഇങ്ങനെ തെളിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാ ദിവസത്തെയും പോലെ ഓളെ ഫ്രണ്ട്സൊക്കെ വന്ന് ഓരോ കൂടെ തന്നെ കേട്ടോ ഇന്നും സ്കൂൾക്ക് പോയിട്ടുണ്ടായിന്. ഐബു അതിനതാ അമലുവിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് റോട്ടിലൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്നുണ്ടായിന്. പിന്നെ നേരെ വന്നിട്ട് കിച്ചണിൽ ഉച്ചക്കേക്കുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത്. ഇന്നിപ്പം ബീട്രൂട്ടും ക്യാരറ്റും വെച്ചിട്ടൊരു ഉപ്പേരി പോലെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചിക്കന് കറിയാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഒന്ന് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്. സാമ്പാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള സാമ്പാറൊന്നുമല്ല. എന്നാലും നമ്മൾ കുറച്ച് മുന്നേ സാമ്പാറിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി വന്നത് വെച്ചിട്ട് ഒരു സാമ്പാർ പോലെ അങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ കറിയിലേക്കുള്ള ഇങ്ങനെ അരിഞ്ഞുകൊടുക്കുകയാണ്. ചോറൊക്കെ നമ്മൾ ഊറ്റി കഴിഞ്ഞപ്പം അടുപ്പത്തു നിന്ന് തന്നെ ഉപ്പേരിക്കുള്ള ചട്ടിയും കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. അപ്പം അതൊരു ഭാഗത്ത് അങ്ങ് നടക്കുന്നുണ്ട്. ഇന്നിപ്പം രണ്ടാളും നല്ല കളിയിലാണ്. ഇവിടെ കളികളിങ്ങനെ കണ്ടുകൊടുക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഫ്രീ ആണെങ്കിൽ ഇവരെ കൂടെ അങ്ങനെ ഇരുന്ന് കുറേ സമയം കാണാൻ നല്ല രസമാണ്. ഓരോരോ സംസാരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ വേറെ രസം കേട്ടോ. അല്ല ഇന്നിപ്പം നല്ല മൂഡിൽ രണ്ടാളും നല്ല കളിയിലേനി. എന്തുണ്ടാക്കണേ? ഇന്നിപ്പം വൈകുന്നേരത്തേക്ക് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗോതമ്പ് നുറുക്കിൻ്റെ ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം അതിലേക്കുള്ളത് തേങ്ങ ഒക്കെ ഒന്ന് ചിരകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കുറച്ചധികം തേങ്ങ വേണമല്ലോ. പിന്നെ ചെറിയുള്ളിയും ശർക്കരയും ഒക്കെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് എല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ രാവിലത്തെ സമയത്ത് തന്നെ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മടിയല്ലേ നമുക്കെല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ തീർന്നാൽ വൈകുന്നേരം വേഗത്തിൽ അങ്ങ് പായസം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം തേങ്ങ ഒക്കെ ചിരകി എടുത്തിട്ടുണ്ടാവും. ഗോതമ്പ് നുറുക്ക് ഉമ്മച്ചി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പായസത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ രാവിലെ പൂള ഉണ്ടാക്കിയിട്ടുണ്ടായിന്. ഇന്ന് ദോശയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൂളയും കൂടെ കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. പൂള ഇതേപോലെ തേങ്ങാന്ന് അതേപോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും ഒക്കെ ഇട്ട് വറവിട്ടെടുത്തിട്ടുണ്ടോ. വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റിനായിട്ടോ. പൂള അത്യാവശ്യം നല്ല പൂളായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിനായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വെന്തൊക്കെ വടിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കേക്ക് ഇന്ന് കയ്പ്പ ഉപ്പേരിയാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കയ്പ്പ പൊരിക്കലാണ്. അപ്പം പിന്നെ ഒരുപാട് ഓയിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പം സാധാ പോലെ തേങ്ങയും പച്ചമുളക് ഇട്ടിട്ട് ഒരു ഉപ്പേരി പോലെ അങ്ങനെ റെഡിയാക്കി എടുക്കുക. ഇതിപ്പം പായസത്തിലേക്കുള്ള കാര്യങ്ങളാട്ടോ. ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ടായിന്. ചെറിയുള്ളിയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇതേപോലെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ഇതേപോലെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് പായസത്തിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്ന് വീഡിയോയിലൊക്കെ എടുത്തിട്ടുണ്ടായിന്.
അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.